അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ്. സിനിമ അനോമി, റിയാസ് മാരാത്ത് സംവിധാനം ചെയ്ത് ഭാവന റഹ്മാൻ എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറാണ് അനോമി. സിനിമയെക്കുറിച്ച് ആകെ മൊത്തം പറയുകയാണെങ്കിൽ ഇതൊരു ത്രില്ലർ മൂവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കിങ്ങിലാണ്. എന്നാൽ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇത് മാത്രമേ പറയും. വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമ. റിയാസ് മാരാത്തിൻ്റെ ഡെബ്യൂ സംരംഭമായതുകൊണ്ടായിരിക്കണം അത് പല ഇതും ഭയങ്കര ലാവിഷായിട്ടാണ് ഷോട്ട് എടുത്തത്. ഉദാഹരണത്തിന് അനിയൻ മരിച്ച് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോൾ ഭാവനയുടെ ക്യാരക്ടർ അത് കാണാൻ വരുന്നുണ്ടെങ്കിൽ അവർ കാറിൽ നിന്ന് ഇറങ്ങി നടന്ന് റൂമുകളും വരാന്തകളും കഴിഞ്ഞ് ഈ റൂമിലേക്ക് എത്തുന്ന വരെയുള്ളത് വിശദമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നോ രണ്ടോ ഷോട്ടുകളിൽ അത് കാണിച്ചിരുന്നെങ്കിലും ഭാവനയുടെ വികാരമൊക്കെ നമുക്ക് മനസ്സിലാകും, നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. ദൃശ്യം കുറച്ചുകൂടി ഇഫക്റ്റീവാണ്. അതുപോലെ തന്നെയാണ് പല സീനുകൾ. ഇവർ കാറിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ മരണത്തിൻ്റെ മുൻപ് ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇവർ ഫോറൻസിക് സർജനാണ്. അപ്പോൾ മുൻപ് ചെയ്തൊരു ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിൽ സെയിം പാറ്റേൺ യൂസ് ചെയ്തതായിട്ട് ഇവർക്ക് ഓർമ്മ വരികയും അത് ഇവരുടെ അസിസ്റ്റൻറ്റിനോട് ചോദിക്കുകയും ചെയ്യുന്ന രംഗം. ഈ അസിസ്റ്റൻറ്റിനോട് ചോദിക്കുന്നതൊക്കെ ഈ ഇത് ഒരു കാറിൽ വെച്ചിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവർക്ക് ഓർമ്മ വരുന്ന മുമ്പിൽ ആ കാര്യം ചോദിക്കും. കാറ് നിർത്തി ഇവരാലോചിച്ച് അതിൻ്റെ ഇതിൽ കണ്ടെത്തി അതിനനുസരിച്ച് അവർ ഈ അസിസ്റ്റൻറ്റിനെ വിളിച്ച് ഇതൊക്കെ ഒരുപാട് ഷോട്ടുകളുണ്ട്, ഒരുപാട് നേരമാണ്. അതിൽ കുറച്ചുകൂടി ക്രിസ്പാക്കിയിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല എഫക്റ്റാണ്. അതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നതെല്ലാം വളരെ മികച്ച നടന്മാരാണ്. അവരെല്ലാം നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയും ഗംഭീര നടന്മാരെ ഉപയോഗിക്കണമായിരുന്നു എന്ന് നമുക്ക് സംശയം. ഉദാഹരണം ബെന്നി ബപ്പുവിൻ്റെ ക്യാരക്ടർ വളരെ കുറച്ച് നേരമേ ഉള്ളൂ, വളരെ കുറച്ചേ ആൾ പെർഫോം ചെയ്യണം. ബെന്നി ബപ്പുവിൻ്റെ ഈ തുടരുമ്പിലൊക്കെ നമ്മുടെ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ കണ്ട പെർഫോമൻസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ബെന്നി ബപ്പുക്ക് ആവശ്യമുണ്ടായിരുന്നു അതായത് സാധാരണ ഏതെങ്കിലും ഒരു പ്രായമായ ഒരാളെ വെച്ചാൽ ചെയ്യാൻ പറയും എന്തുവാണ്. അതുപോലെ അഗസ്തി RDXലെ വില്ലനായിട്ട് വന്നിട്ടുള്ള ആ ഒരു നടൻ, അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിൽ കിട്ടിയോ ചെയ്യാനൊന്നുമില്ല. അപ്പം അത്തരം നടീനന്മാരെ അതിനകത്ത് ഉപയോഗിക്കേണ്ടിയിരുന്നു എന്നൊരു സംശയം ഉണ്ട്. നമ്മളെ മിസ്ലീഡ് ചെയ്യാനായിട്ട് കുറേ ക്യാരക്ടേഴ്സ്. അതുപോലെ ഇതൊരു അല്പം സ്പോയിലിംഗ് ആണ് എങ്കിലും വില്ലന്മാർ എന്ന് പറയേണ്ടിയിരുന്നത് വില്ലനായാലും സിനിമയുടെ ആകെ മൊത്തം ഫീൽ വലിയ മാറ്റങ്ങളുണ്ടായി. അങ്ങനെ പറയുന്നുണ്ട് അവസാനത്തെ മരണത്തിനോട് ജഡ്ജ്മെൻറ്റ് ആയി എന്നല്ലാതെ അതിന് വേറെ കാര്യങ്ങൾ ആ ക്യാരക്ടർ കൊല്ലാതിരുന്നാലും സിനിമയ്ക്ക് മൊത്തത്തിലൊന്നും സംഭവിക്കുമായിരുന്നില്ല. അത് അല്പം അസ്വാഭാവികത ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് തന്നെ. അത് നിങ്ങൾക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ആരും അസ്വാഭാവികത ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മാത്രമല്ല സിനിമയിൽ റഹ്മാൻ്റെ ക്യാരക്ടർ എവിടേക്ക് പാടിയ ഒരു ക്യാരക്ടറൈസേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പൂർണ്ണത ക്യാരക്ടറൈസേഷൻ ഇല്ല. അത് മോശമാക്കി എന്നല്ല, അതുപോലെ പേസ് കുറച്ചുകൂടി കൂട്ടാമായിരുന്നു.
സംഗീത വിഭാഗം, പശ്ചാത്തല സംഗീതമൊക്കെ നന്നായിട്ടുണ്ട്, ഇല്ല എന്ന് പറയട്ടെ, വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ആ പാട്ടുകളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്ഥിരം ഇങ്ങനെയുള്ള സിനിമകളിൽ സ്ഥിരം ശൈലിയാണ് ചില ഈ നമ്മൾ എന്താ പറയുക, നായകൻ ഒരുങ്ങി പുറപ്പെടുമ്പോൾ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വയ്ക്കുക, മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വരും പാട്ട് വയ്ക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറുന്നുള്ളത്. അത് ആവശ്യമില്ല, അതൊരു അലഞ്ചകത്വമാണ് സ്ഥലത്ത് തോന്നുന്നത്. പാട്ടുകൾ പ്രത്യേകിച്ച് ടൈറ്റിൽ സോങ് നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഹർഷവർദ്ധൻ എന്നോ മറ്റാണ് മ്യൂസിക് ഡയറക്ടറെ പേര്. അതുപോലെ ക്യാമറ നല്ല രസമായിട്ടുണ്ട്. സൗണ്ട് ഡിസൈനിങ് മൊത്തം രസമായിട്ടുണ്ട്. ഡ്യൂണിൻ്റെയൊക്കെ ശൈലിയുള്ള സൗണ്ട് ഡിസൈനിങ് ആണെന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഡ്യൂൺ, അതേപോലെ ഹൈമർ അതിൻ്റെയൊക്കെ ഒരു ശൈലിയിലുള്ള സൗണ്ട് ഡിസൈനിങ് ആണെന്ന് പറഞ്ഞിരുന്നു. അത് എല്ലാവരും പറയാൻ പറ്റില്ല. സൗണ്ട് ഡിസൈനിങ് നന്നായിട്ടുണ്ട്, വളരെ മികച്ച രീതിയിൽ തന്നെ അതിനകത്തേക്ക് പോകുന്നുണ്ട്. പ്രധാനമായിട്ടും തോന്നിയത് കഥയിലെ ഒരു ലാഗ് തന്നെയാണ്. അതുപോലെ അവസാനം ഈ വില്ലനെ പിടിച്ചതിന് ശേഷം ആ വില്ലനെ കൊണ്ട് അതിനെ ഒരു കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത് വേണ്ടായിരുന്നു. ആ വില്ലനെ പിടിക്കുന്നതിൽ തന്നെ കഥ എൻഡ് ചെയ്യാൻ പറ്റുന്നു. അതായിരുന്നു കുറച്ചുകൂടി നന്നായിരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ സാധനം വലിച്ചു നീട്ടി അവർ 2 മണിക്കൂറിലേക്ക് എത്തിച്ചു. അതിനുവേണ്ടി കുറേയധികം ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തു എന്നുള്ളതാണ് ഈ സിനിമയിൽ തോന്നുന്നത്. സിനിമ മോശമാകണമെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. നല്ല സിനിമയാണ്, വൺ ടൈം വാച്ചബിളാണ്. സിനിമ നിങ്ങളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ലാഗ് നമുക്ക് ഒരു ക്രൈം ത്രില്ലർ മൂവികളിൽ അനുഭവപ്പെടും. അതുപോലെ ഒരു കാലഘട്ടത്തിൽ അഞ്ചാം പാതിര എന്ന് പറഞ്ഞൊരു സിനിമ വന്നതിന് ശേഷം അതിന് ശേഷമുള്ള സിനിമകളിലെല്ലാം ഈ ഏകദേശം ഒരേ പാറ്റേൺ ഫോളോ ചെയ്യും. പ്രത്യേകിച്ച് ഈ ഇരകളെ തട്ടിക്കൊണ്ടു പോകുന്ന വണ്ടി, അത് വാനല്ലെങ്കിലും ഈ എന്താ പറയുക, ഒരു മൂടി കവേർഡ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും എന്നുള്ളത് ഒരു സ്ഥിരം കാര്യമായിട്ട് തോന്നും. അതുപോലെ തന്നെ ഇതിനകത്ത് തോന്നുന്നു. പൊതുവെ എവിടെയോ ഏതൊരു ഇംഗ്ലീഷ് സിനിമയുടെ ശൈലി ഉണ്ടാക്കാൻ റിയാസ് മാരാത്ത് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ ഉണ്ട്. പുള്ളി ആ സിനിമയുടെയൊക്കെ ശൈലി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സീനുകളിൽ പലതിലും. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുക്കുന്ന രംഗങ്ങളിൽ, ഈ വില്ലനെ പിടിക്കുന്ന രംഗങ്ങളിൽ, അതുപോലെ സിനിമയുടെ തുടക്കത്തിൽ ഭാവന ഒരു സൈക്കിള് ചവിട്ടി പോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് തോന്നും ഇത് വിദേശത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ള എന്ന് നമുക്ക് തോന്നും. അതിൻ്റെ കുറേ സാധ്യതകളും കുറേ കാര്യങ്ങളും അതിനകത്തുണ്ട്. പൊതുവെ സിനിമ ഒരു വൺ ടൈം വാച്ചബിളാണ്. ഗംഭീര സിനിമയൊന്നുമല്ല, അങ്ങനെ പലർ പറഞ്ഞു കേട്ടിട്ടാണ് സത്യത്തിലുള്ള സിനിമ കാണാൻ പോയത്. അത്ര ബിഗ് ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേ എങ്കിലും മോശമല്ലാത്ത ഒരു സിനിമ. അനു.